അരുൺകുമാർ പറയുന്നു അത്തരം എല്ലാ പദ്ധതി ആസൂത്രണങ്ങളോടും കണിശമായ സമീപനം സ്വീകരിക്കുകയും കേരളത്തെ മതനിരപേക്ഷ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിട്ടുള്ള പാർട്ടിയും മൂവ്മെന്റുകളും ലെഫ്റ്റിൻ്റെതാണെന്ന് ആ കണിശത ഇന്ന് കാണുന്നുണ്ടോ? തീർച്ചയായും കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ മൃദുലതയാണ് നമ്മൾ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശനെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരള തൊഗാഡിയ എന്ന ഏറ്റവും രൂക്ഷമായ വാക്കുപയോഗിച്ചു വിമർശിച്ച പാർട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ മടിക്കുകയാണ്. ആ പേര് പ്രസ്താവനയിൽ ഉണ്ടാവില്ല. ഇതിവിടെ ആരോ എവിടെയോ എന്തൊക്കെയോ വർഗീയത പറഞ്ഞു എന്നുള്ളതിന് പൊതുവായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പത്രക്കുറിപ്പ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇവിടെ വരിവരിയായി എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വർഗീയത പറയുന്നതിൽ നിന്ന് പിന്മാറണം എന്നുള്ള ഒരു പൊതു ഉപദേശം പോലെയാണ് ആ കുറിപ്പ് നമ്മൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇനി മറ്റാരും പറയരുത് എന്നാണോ ആ കുറിപ്പിൻ്റെ സാരം എന്നുകൂടി എനിക്ക് തോന്നുകയാണ്. കാരണം അദ്ദേഹം ഏതായാലും പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതിനെതിരെ ആരും മറുപടി പറയരുത്, നിങ്ങൾ ഇനി പറയാൻ പോകുന്നതാണ് വർഗീയത എന്ന ഒരു മുൻകൂർ ഉപദേശമാണോ ഈ പറയുന്നതെന്ന് കൂടി തോന്നുകയാണ്. കാരണം ഇത്രയും മാരകമായ അഭിപ്രായങ്ങൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വസ്തുതാവിരുദ്ധമായ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാരിന് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ പുറമെ നിന്നുള്ള ഏതെങ്കിലും ഏജൻസികളുടെ നിയന്ത്രണത്തിൽ സർക്കാർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യത വരുത്തുക, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയുക, ഇദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് പറയുക, അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് നിയമപരമായ പ്രശ്നങ്ങളില്ലേ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരാളാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പൗരനാണെങ്കിൽ അത് സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും? വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം 1996 മുതൽ ഈ SNDPയുടെ തലപ്പത്തുള്ള ഒരാൾ എന്ന പരിഗണന അദ്ദേഹത്തിന് വർഗീയത പറയുന്നതിനുള്ള ലൈസൻസ് ആയിട്ടാണോ കൊടുക്കേണ്ടത്? അദ്ദേഹം പറയുമ്പോൾ അത് തിരുത്തുക, അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിയമപരമായി നിൽക്കുന്ന സർക്കാരിനെതിരെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിനു മുമ്പും അദ്ദേഹം മലപ്പുറത്ത് വന്ന് തന്നെ വർഗീയത പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് വളരെ പട്ടിൽ പൊതിഞ്ഞ വാക്കുകൾ കൊണ്ടല്ലല്ലോ നമ്മൾ പ്രതികരണങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ഇത്തരം കാര്യങ്ങളിൽ അതിരൂക്ഷമായി സംസാരിച്ച പാരമ്പര്യവും ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം വാക്കുകളൊക്കെ എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ രൂക്ഷമായ വാക്കുകളുടെ വലിയൊരു സമ്പത്തുണ്ട്, വലിയ പദസമ്പത്തുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ഇത്രയും വൈകാരികമായി നിൽക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഇത് സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന മുറിവുകളുടെ ആഴം എന്താണ് എന്ന് നന്നായി അറിയുന്ന ഒരാൾക്ക് അതെന്തുകൊണ്ടാണ് ആ പദസമ്പത്തിൽ നിന്ന് ഒരു വാക്കുപോലും അദ്ദേഹം പുറത്തെടുക്കാത്തത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡബിൾ ഏജൻ്റ് ആണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നതിൻ്റെ താൽക്കാലിക ഗുണഭോക്താവ് CPM ആയിരിക്കുമ്പോൾ അതിൻ്റെ ദീർഘകാല ഗുണഭോക്താവ് തീർച്ചയായും ഇവിടുത്തെ സംഘപരിവാരമാണ്. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല, CPMന് വേണ്ടി. അദ്ദേഹം വർഗീയതയുടെ ഈ വിത്ത് വിതയ്ക്കുന്നത് അത് നാളെ കൊയ്യാൻ പോകുന്നത് ഒരു പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായിരിക്കാം, പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് BJP ആയിരിക്കും. അദ്ദേഹത്തിന് 96-ൽ അദ്ദേഹം ഈ SNDPയുടെ തലപ്പത്ത് വന്നത് മുതൽ തന്നെ അദ്ദേഹം നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ SNDPയെ പോലുള്ള വലിയ മഹാപ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടാക്കിയെടുത്ത സാമൂഹിക വിപ്ലവത്തിൻ്റെ വിപരീത ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണുന്നില്ല. ഈ AS പ്രതാപ് സിംഗിനെ പോലെയൊക്കെയുള്ള വലിയ സാമൂഹ്യ നീതി ബോധമുള്ള മനുഷ്യർ നയിച്ച പ്രസ്ഥാനത്തെ അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം. പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്നുള്ളത്.